സുഹൃത്തുക്കളെ, ഇത് നല്ല സമയമാണ്. ലൈലത്തുൽ ഖദ്ർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റിയ അവസാനത്തെ പത്തിലെ അവസാനത്തെ ഒറ്റപ്പെട്ട രാവുകളിൽ പ്രധാനപ്പെട്ട രാവ് 25-ാം രാവിലല്ലേ സഅദിയയുടെ മുറ്റത്ത് നാം ഇതാ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്നാൽ 25-ാം രാവോടുകൂടെ എല്ലാം തീർന്നുപോയി എന്ന് തെറ്റിദ്ധരിക്കരുതേ. 27-ാം രാവോടുകൂടെ എല്ലാം തീർന്നുപോയി എന്ന് തെറ്റിദ്ധരിക്കരുതേ. 29-ാമത്തെ രാവ് എന്തിനേറെ പറയണം? നാളെയാണ് റമദാൻ അവസാനം. നാളെയാണ് റമദാൻ അവസാനത്തെ ദിവസമെങ്കിൽ ഇന്നത്തെ രാവിൽ പോലും ആ രാവ് ഉപയോഗപ്പെടുത്താൻ മടി കാണിക്കരുത്. കാരണം റമദാനിന്റെ അവസാനത്തെ രാവ് അത് ലൈലത്തുൽ ഖദ്ർ ആകാൻ വരെ സാധ്യതയുണ്ട് എന്ന് മഹാന്മാര് പറഞ്ഞില്ലേ? പക്ഷേ അന്ന് പല ചെറുപ്പക്കാരും അതേ കാസർഗോഡ് അങ്ങാടിയിൽ വലിയ തിരക്കല്ലേ, സ്ത്രീകളെ കൊണ്ട് വലിയ തിരക്കല്ലേ, യുവാക്കളെ കൊണ്ട് വലിയ തിരക്കല്ലേ, വാഹനങ്ങളെ കൊണ്ട് വലിയ തിരക്കല്ലേ. എന്തേ കാരണം? പെരുന്നാള് കുപ്പായം പർച്ചേസിംഗിന്റെ തിരക്കാണ്. പെരുന്നാളിന് കുപ്പായം വാങ്ങണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നല്ല നല്ല രാവുകൾ കഴിവിന്റെ പരമാവധി എഴുത്തിക്കാതിരിക്കണ്ടേ പുരുഷന്മാരെ? കുറെ ഖുർആൻ ഓതണ്ടേ. ഖുർആൻ ഓതണമെങ്കിൽ എങ്ങനെയും ഓതാമല്ലോ. ഞാനതാ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോ നമ്മുടെ അതേ കമ്പാർട്ട്മെന്റിൽ നമ്മുടെ തൊട്ടടുത്ത് അതാ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ അതാ തലയിൽ ഒരു കേപ്പ് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, കയ്യിൽ ഇങ്ങനെ മൊബൈലും പിടിച്ച് ഇങ്ങനെ ഓതുന്നു. പിന്നീടാണ് ഒന്നും കൂടി ശ്രദ്ധിച്ചപ്പോ ഖുർആൻ ഓതുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ഓത്തു മുടങ്ങി പോകരുതല്ലോ. ഖത്മ ധാരാളം തീർക്കേണ്ടതല്ലേ? മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഒരു ഖത്മ അവസാനത്തെ 10-ൽ ഓതി തീർത്ത മഹാന്മാർ വരെയുണ്ട് എന്ന് ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയില്ലേ? അതിന് അതിൻ്റെതായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അതിൻ്റെതായ വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാകും. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവരെല്ലാം നല്ലവണ്ണം ഉപയോഗപ്പെടുത്തിയില്ലേ? ചോദിക്കട്ടെ, ഇതൊരു അവലോകനത്തിന്റെ സമയമല്ലേ? ഒരു ആത്മവിചിന്തനത്തിന്റെ നേരമല്ലേ? വബല്ലിഗ്നാ റമളാൻ, റജബ് മുതൽ തുടങ്ങിയതല്ലേ? റമളാനിനെ എത്തിച്ചു തരണമെന്ന് റബ്ബിനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് ആ റമളാനിനെ അല്ലാഹ് നമുക്ക് എത്തിച്ചു തന്നില്ലേ? റമളാൻ ഉദിക്കുന്നതിനു മുമ്പ് മരണപ്പെട്ടു പോയി കബറിൽ കിടന്നവരില്ലേ? ഇവിടെയും ഞാൻ വന്നപ്പോ ഈ ജാമിഅ സഅദിയുടെ റിസീവറായിരുന്ന ഒരു ഖാദർ സാഹിബ്, അദ്ദേഹം ഇത്തവണയും അതാ സൗദിയിൽ ചെന്നപ്പോ അവിടെ സൗദിയിൽ അതേ നമ്മുടെ സഅദിയുടെ ഓഫീസിൽ വെച്ച് മരിക്കുകയുണ്ടായി. അവിടെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്നറിയാൻ സാധിച്ചു. അല്ലാഹുവേ, നീ അവർക്കും ഈ സ്ഥാപനവുമായി സഅദിയുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഈ അടുത്തും ഇതിനു മുമ്പുമായി മരിച്ചിട്ടുണ്ടോ അതുപോലെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളിൽ മുഅ്മിനീങ്ങളിൽ നിന്ന് അതേ ആ വീട്ടിൽ നിന്നുള്ളവർ കുടുംബത്തിൽ നിന്നുള്ളവർ ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ എല്ലാവരുടെ സദസ്സ് ഖബറുകളിലേക്ക് നമ്മുടെ സദസ്സിന്റെ മിസ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. ഈ റമളാൻ പകുതിയായപ്പോഴേക്കും ലോകത്തോട് വിട പറഞ്ഞവരില്ലേ? പക്ഷേ റബ്ബിനോട് റമളാൻ എത്തിച്ചു തരണമെന്ന് ചോദിച്ച ഞാനും നിങ്ങളും റമളാൻ അവസാനിക്കാറായല്ലോ. എത്ര ഖത്ം ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരു തറാവീഹ് പോലും മുടങ്ങിയിട്ടില്ല എന്ന് പറയാൻ എത്ര പേരുണ്ട്? റമളാൻ എനിക്ക് ഗുണമായി സാക്ഷി നിൽക്കാൻ വകുപ്പുണ്ട് എന്ന് പറയാൻ പറ്റിയവരെത്ര പേരുണ്ട്? റമളാനിന്റെ എല്ലാ മഗ്രിബും ഇശാവും ജമാഅത്തായി നിസ്കരിച്ചവനുണ്ടോ? സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങൾ പറഞ്ഞില്ലേ, മൻ ശഹിദൽ മഗ്രിബ വൽ ഇശാ
في جماعة فقد أخذ حظه من ليلة القدر റമളാനിന്റെ ഓരോ മഗ്രിബും ഓരോ ഇശാവും ജമാഅത്തായി നിസ്കരിച്ചവരുണ്ടോ അവർക്ക് ലൈലത്തുൽ ഖദ്ർ ഉറപ്പായി കിട്ടിയിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റിയവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? അതിന് റമളാൻ ഒരു മാസം മുഴുവൻ മഗ്രിബും ഇശാവും ജമാഅത്തായി നിസ്കരിച്ചവരായിരിക്കണം. നിസ്കരിച്ചിട്ടുണ്ട് എന്നാണോ മറുപടി? ലൈലത്തുൽ ഖദ്ർ കിട്ടിപ്പോയി. ഇത് പറയുന്നത് ഞാനല്ല, സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മഹാനവരുകളുടെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് നിരവധി ഖുർആൻ വ്യാഖ്യാതാക്കൾ ലൈലത്തുൽ ഖദ്റിന്റെ വ്യാഖ്യാനം കൊടുത്തപ്പോ അവരുടെ തഫ്സീരിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞ ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ. നമുക്ക് ഇന്നത്തെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കണ്ണ് നനയണ്ടേ സഹോദരങ്ങളെ, ഖൽബ് പെടയണ്ടേ സഹോദരങ്ങളെ. അതല്ലേ സൂറത്തുൻ നജ്മിന്റെ അവസാനം അല്ലാഹ് ചോദിക്കുകയാണ്, വതദ്ഹഖൂന വലാ തബ്കൂൻ. പാപ്പങ്ങളോട് നിങ്ങൾ ഇങ്ങനെ കുറെ കരയുക ചിരിക്കുകയാണല്ലോ, നിങ്ങൾ കുറെ ചിരിക്കുകയല്ലേ. വലാ തബ്കൂന, എന്തേ നിങ്ങൾ ആരും കരയാത്തതെന്തേ? കുറെ ചിരിക്കാൻ നിങ്ങളെ കിട്ടുന്നുണ്ടല്ലോ, എന്നെ കിട്ടുന്നുണ്ടല്ലോ. അല്ലാഹ് ചോദിക്കാണ് വലാ തബ്കൂൻ, നിങ്ങൾ എന്തേ കരയാത്തത്? കണ്ണെന്തേ നനയാത്തത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, ഈ ആയത്ത് അവതീർണമായപ്പോ ബകാ അഹ്ലുസ് സുഫാ, ഹബീബായ തങ്ങളുടെ ശിഷ്യന്മാരായ സുഫക്കാരായ ശിഷ്യന്മാർ കരഞ്ഞുപോയി. എന്തിനേറെ പറയണം? ഹത്താ ജറത് ദുമൂഉഹും അലാ ഖുദൂദിഹിം, അവരുടെ കണ്ണുനീർ കവിൾത്തടത്തിലൂടെ ഒഴുകി വരാൻ തുടങ്ങി. ശരിക്കും കണ്ണുനീര് കവിൾത്തടത്തിലൂടെ ഇറ്റി വരണം, ഒഴുകി വരണം. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുടെ കവിൾത്തടത്തിലാണ് കണ്ണുനീര് ഒഴുകി വന്നത്? ഹബീബായ തങ്ങളുടെ ശിഷ്യഗണങ്ങൾക്കുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫലമ്മാ സമിഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹനീനഹു, ശിഷ്യന്മാരുടെ തേങ്ങിക്കരച്ചിലിന്റെ ഒച്ച കേട്ടപ്പോ ബകാ മഅഹു, ഹബീബായ തങ്ങൾ ശിഷ്യന്മാരെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ആരാണ് കരയുന്നത്? അന അവ്വലു മൻ യുഹർരിഖു ഹൽകൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കുന്നത് ഞാനാണെന്ന് പ്രഖ്യാപിച്ച, സ്റ്റേറ്റ്മെന്റ് കൊടുത്ത നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളാണ് കരയുന്നത്. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, ഞങ്ങളൊക്കെ കരച്ചിൽ നിർത്താൻ നോക്കിയതാണ്, പക്ഷേ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കരയാൻ തുടങ്ങിയപ്പോ ഞങ്ങളൊന്നും കൂടി കരയാൻ തുടങ്ങി. കരച്ചിൽ അവസാനിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. നമുക്കാകെ പ്രതീക്ഷയുള്ളത് ഈ ഒരു ഹദീസാണ്. പ്രാർത്ഥനാ സംഗമത്തിൽ തടിച്ചുകൂടിയ പാരാവാരം കണക്കയുള്ള സ്നേഹജനങ്ങളെ, വാദ് പറയുന്ന എനിക്ക് പ്രതീക്ഷയുള്ളത് ഈ ഹദീസാണ്. വാദ് കേൾക്കുന്ന നമുക്ക് പ്രതീക്ഷയുള്ളത് ഈ ഹദീസാണ്. നോറ്റ നോമ്പ് റബ്ബ് സ്വീകരിച്ചാലല്ലേ വല്ലതും പറയാൻ പറ്റുക. നിസ്കരിച്ച തറാവീഹ് റബ്ബ് സ്വീകരിച്ചാലല്ലേ വല്ലതും പറയാൻ പറ്റുക. ലാ യലിജുന്നാറ, നരകത്തിൽ കടക്കൂല. മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹനെ പേടിച്ച് കരഞ്ഞവരുണ്ടോ? കവിൾത്തടത്തിലൂടെ കണ്ണുനീർ
ഇരുത്തിയവരുണ്ടോ അവരൊരിക്കലും നരകത്തിൽ കടക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കണേ. സദസ്സിന്റെ ബേക്കിൽ നോക്കണോന്നല്ല ഞാൻ പറഞ്ഞത്, എന്റെ ജീവിതത്തിന്റെ ബേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പുറകുവശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. പോകാനായില്ലേ? കൂടെ സ്റ്റേജിലുണ്ടായ പലരും ഇന്ന് കാണുന്നില്ലല്ലോ, സദസ്സിലുണ്ടായവർ പലരും കാണുന്നില്ലല്ലോ, ഒപ്പം വീട്ടിലുള്ളവർ പലരും കാണുന്നില്ലല്ലോ. യാത്ര പറയാൻ സമയമായില്ലേ? അടുത്ത റമളാനിൽ ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറയാൻ എന്തുറപ്പാണുള്ളത്? നാളെ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറയാൻ എന്തുറപ്പാണുള്ളത്? പോകുന്ന സമയത്ത് കയ്യിൽ വല്ലതും വേണ്ടേ? പർച്ചേസിംഗിന് പോയി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് കാറിന്റെ ഡിക്കി അങ്ങ് തുറന്നു നോക്കുമ്പോ വണ്ടിയുടെ ഡിക്കി നിറയെ വസ്തുക്കളാണെങ്കിൽ എന്തൊരാശ്വാസമാണ്. പർച്ചേസിംഗ് ഒരല്പം കുറഞ്ഞു പോയാൽ എന്തൊരു ബേജാറാണ്. ചോദിക്കട്ടെ, കൈ നിറയെ ഉണ്ടാകേണ്ടുന്നത് വീട്ടിലേക്ക് പോകുമ്പോഴല്ലല്ലോ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ മാത്രമല്ലല്ലോ. യജമാനനായ റബ്ബിനെ കാണാൻ പോകുന്നൊരു ദിവസം അന്ന് കൂടെ വിഭവങ്ങൾ വേണ്ടേ? അത് നമ്മുടെ അൽ അഅ്മാലു സ്വാലിഹ, നല്ല നല്ല സൽക്കർമ്മങ്ങളല്ലേ? ആ സൽക്കർമ്മങ്ങൾ ശേഖരിക്കാൻ, സ്വരൂപിക്കാൻ, അതൊന്ന് കലക്ട് ചെയ്ത് വെക്കാൻ നമുക്ക് നമ്മുടെ ഖൽബൊന്ന് നന്നാക്കി എടുക്കണം. അതിനാണ് സഅദിയയുടെ 25-ാം രാവിലുള്ള പ്രാർത്ഥനാ സംഗമം. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സംഗമം നീ നമുക്കതിന് ഉതകുന്ന രൂപത്തിലാക്കി തരണം റഹ്മാനേ. ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ സഹോദരങ്ങൾ, നമ്മുടെ പരിപാടി വീക്ഷിക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങൾ, നമുക്കെല്ലാം നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഗുരുവര്യന്മാര്, ശിഷ്യഗണങ്ങൾ, മുഹിബ്ബീങ്ങൾ, സഹായികൾ, സഹകാരികൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ദുആ ചെയ്യാമെന്ന് വാക്ക് നൽകിയവർ, എല്ലാവർക്കും റമളാന കാരണം രണ്ട് ലോകത്തും വിജയം നൽകണം റഹ്മാനേ. ഇത് നമ്മുടെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. ലൈലത്തുൽ ഖദറിന്റെ സൗഭാഗ്യം ലഭിച്ചവരിൽ സാധുക്കളായ നമ്മയെല്ലാം നീ പെടുത്തി തരണം റഹ്മാനേ. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതമാകുന്നത് വരെ മലക്കുകൾ വന്നിട്ട് അല്ലാഹുവിന്റെ അടിമകൾക്ക് സലാം പറയാണ്. ആ മലക്കുകളുടെ സലാം കിട്ടിയാൽ രക്ഷപ്പെട്ടു പോയി. അക്കൂട്ടത്തിൽ നീ ഞങ്ങളെല്ലാവരെയും പെടുത്തി തരണം റഹ്മാനേ. ഈ സദസ്സ് നീ നമുക്കതിന് കാരണമാക്കണേ അല്ലാഹ്. ഈ സ്റ്റേജിൽ നിറയെ മഹാന്മാരായ സദാത്തുക്കളും വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഉള്ളവരാണ്. അവർക്കിടയിൽ ഒന്നിനും കൊള്ളാത്ത മുതഅല്ലിമായ ഞാനിവിടെ എണീറ്റ് നിന്ന് സംസാരിക്കുന്നു റബ്ബേ. ആ സദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും കാമിലായ റിളയും അവരുടെ പൊരുത്തവും മുതഅല്ലിമായ എന്റെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നീ കനിഞ്ഞേകണം റഹ്മാനേ എന്ന് ദുആ ചെയ്തു ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നിങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം ഇൻഷാ അല്ലാഹ്. മഹാന്മാരായ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ, ഉലമാക്കളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സംഗമം നടക്കുകയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഈ സദസ്സിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇത് എന്റെ അവസാനത്തെ സദസ്സ് എന്ന് കരുതിയിട്ട് വേണം ഓരോരുത്തരും ഇരിക്കാൻ. ഞാൻ എപ്പോഴും പറയും, അവസാനത്തെ സദസ്സാണ് എന്ന് നിയത്ത് ചെയ്തിരുന്നാൽ നേരം വൈകിയാലോ ഇടക്കെണീറ്റ് പോകാൻ തോന്നൂല. കാരണം നാളത്തെ സദസ്സിന് ഞാൻ ഉണ്ടാവില്ലല്ലോ, ഇതെന്റെ അവസാനത്തെ സദസ്സല്ലേ. അങ്ങനല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അപ്പൊ അൽഹംദുലില്ലാഹ് നല്ല സദസ്സാണ്. നോമ്പ് തുറ ഇഫ്താറിന്റെ സമയത്ത് തന്നെ 2000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ളുഹുർ തൊട്ട് ഇവിടെ പരിപാടികൾ, വ്യത്യസ്തമായ പരിപാടികൾ നടക്കുകയാണ്. ഇപ്പോഴും അൽഹംദുലില്ലാഹ്
പിന്നെ ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ സ്ഥിതിക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്കൊരു സഅദിയെ പടുത്തുയർത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല ഉദാ ചിന്തിക്കണം, ജാമിഅ സഅദിയയെ പടുത്തുയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു സഅദിയ, ഒരു സ്ഥാപനം നമുക്ക് കഴിഞ്ഞു? ഇല്ല, കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മഹത്തായ ജാമിഅ സഅദിയ അല്ലാഹുവേ നീ അതിന്റെ ഇസ്സത്ത് പൂർവോപരി വർദ്ധിപ്പിക്കണം റഹ്മാനെ.